STയുടെ ടീയുടെ ത്രെഡും ആ മെയിൻ ഒരു കാരണം ഈ ഒരു നെറ്റ് പ്രോപ്പറായിട്ട് വലിച്ചു കൊടുക്കാത്തതുണ്ട്. കാരണം ഈ ബൈക്ക് വർക്ക്ഷോപ്പിൽ ഇതിൻ്റെ ഒരു ബോക്സ് കാണത്തില്ല, 41-ന്റെ ബോക്സാണ് വരുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും സ്പാനറൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ചു കൊടുക്കത്തുള്ളൂ. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ കോൺസെപ്റ്റ് നിൽക്കാത്തതിൻ്റെ മെയിൻ ഒരു കാരണം. അപ്പോൾ ഈ ഒരു 41-ന്റെ ബോക്സിൽ ഇത് പ്രോപ്പറായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഇതിൻ്റെ കോൺസെപ്റ്റ് പോകത്തില്ല, കുറേ കാലം കടന്നു വിടും. അപ്പോൾ ഇത് മുറുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതേപോലെ ഇത് റീത്രെഡ് അടിച്ച് ത്രെഡും കറക്റ്റ് ചെയ്തിട്ട് മാക്സിമം ടോർക്ക് കൊടുത്ത് ഇത് മുറുക്കണം. മുറുക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ കോൺസെപ്റ്റിന് കംപ്ലൈൻറ്റ് വരില്ല. ഞാൻ പറഞ്ഞാൽ ഹബിനെ നമ്മൾ വീതി കുറയ്ക്കണം. നമ്മൾ ഹബിന് വീതി കുറയ്ക്കുമ്പോഴത്തേക്ക് ഒരു 4 mm ആണ് നമ്മൾ ഹബിൻ്റെ വീതി കുറയ്ക്കേണ്ടത്. അതിൽ കൂടുതൽ കുറയ്ക്കേണ്ട. 4 mm നമ്മൾ ഹബൊന്ന് ഫേസ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നമ്മൾ ഈ പ്ലേറ്റ് വരുന്ന ഒരു സീറ്റിംഗ് ഭാഗമുണ്ട്. നമ്മൾ ഹബ്ബ് പെയിൻറ്റ് അടിക്കുകയെല്ലാം ചെയ്യുവാണെങ്കിൽ പെയിൻറ്റ് അതിനകത്ത് കയറിയിരിക്കും. അപ്പോൾ ആ പെയിൻറ്റ് കയറിയിരിക്കുന്നവരെ നമുക്ക് ആ സീറ്റിങ്ങിൽ വ്യത്യാസം വരും. അതുകൊണ്ട് പ്ലേറ്റ് ചിറഞ്ഞേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു സൈഡ് പെയിൻറ്റോ വല്ലതും ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് ആ സർഫസ് പക്ക നീറ്റാക്കിയതിന് ശേഷം പ്ലേറ്റ് പിടിപ്പിക്കുകയുള്ളൂ. കാരണം നമ്മൾ ചെറിയൊരു ക്ലിയറൻസിൽ കൂടെയാണ് നമ്മുടെ പാടിനകത്തൂടെ ഈ പ്ലേറ്റ് കടന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇത് പെയിൻറ്റ് വല്ലതും ആണെങ്കിൽ നമുക്ക് സീറ്റിംഗ് ഇറക്കില്ലെങ്കിൽ ചിറഞ്ഞ് നിൽക്കും. അപ്പോൾ നമുക്ക് ബ്രേക്ക് ജാം ആകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കറക്കത്തിൽ ബ്രേക്ക് പാഡിൽ ഇങ്ങനെ ടച്ച് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു സീറ്റിംഗ് പോർഷൻ എപ്പോഴും പക്ക ക്ലിയർ ആയിരിക്കണേ. അതുപോലെ നിങ്ങൾ ഈ അവഞ്ചറിൻ്റെ ഹബ്ബ് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. അവഞ്ചറിൻ്റെ ഹബ്ബിനകത്ത് കുറച്ച് വർക്ക് എടുക്കണം. വർക്ക് എടുത്താലോ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അവഞ്ചറിൻ്റെ ഹബ്ബ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും പൊതുവേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ ഒരുപാട് ഹബ്ബുകളുണ്ട്. നമുക്ക് പൾസറിൻ്റെ ഹബ്ബിൽ വേണേൽ ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഏറ്റവും നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ മോഡൽ ജാവയുടെയാണ്. അപ്പോൾ പുതിയ മോഡൽ ജാവയുടെ ഹബ്ബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ജാവയുടെ ആ ഒരു ഷേപ്പ് ഉണ്ട് ഹബ്ബിന്. അതേപോലെ നിങ്ങൾക്ക് മോജോയുടെ പ്ലേറ്റ്, ഡിസ്കിൻ്റെ പ്ലേറ്റ് നിങ്ങൾക്ക് റെഡി ഫിറ്റായിട്ട് അതിനകത്ത് ഇടാൻ പറ്റും. നമുക്ക് അഡാപ്റ്ററോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് ആ ഹോളിൽ വീഴും. അത് അതിൻ്റെ അഡാപ്റ്ററിൽ കറക്റ്റ് ആയിട്ട് സീറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മാറ്റമൊന്നും വേണ്ട, എളുപ്പം. അതേപോലെ നമ്മൾ ഡിസ്കിൻ്റെ പ്ലേറ്റിൻ്റെ ലെഗിനായിട്ട് പിടിപ്പിക്കുമ്പോൾ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം മുറുക്കണ്ടേ. ഒരേപോലെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൊള്ളിച്ചതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം എപ്പോഴും നമ്മൾ മുറുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ നേരെ ഇത് ഇവിടെ ആണെങ്കിൽ ഇതിവിടെ ആണെങ്കിൽ ഇവിടെ, അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ മുറുക്കാവുള്ളൂ. കാരണം ഇത്രയും നെറ്റുള്ളതുകൊണ്ട് അതേപോലെ ഇരുത്തിയാൽ മാത്രമേ ഒരേപോലെ നമ്മുടെ പ്ലേറ്റ് സീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ തോന്നുന്ന പോലെ മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേറ്റ് ചേർന്നൊക്കെ ഇരിക്കും ആ ടൈറ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും ടോർക്ക് കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ അവഞ്ചറിൻ്റെ ഹബ്ബ് കൊരുത്ത് റിമ്മ് സെറ്റാക്കി ഇവിടെ ഡിസ്കിൻ്റെ പ്ലേറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതായിരിക്കും നമ്മുടെ അവസാനം. എല്ലാം ചെയ്ത് വരുമ്പോൾ ഒരു ലുക്ക് ഇതാണ്. വേറെ ചോദിക്കുന്നത് സ്പോക്സ് ഏതാന്ന് പറഞ്ഞാൽ ഹീറോ ഹോണ്ടയുടെ ബാക്ക് സ്പോക്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കൊരുക്കുന്നതിൻ്റെ പൊസിഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് കൊരുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കറക്റ്റ് സീറ്റ് ആകത്തില്ല. നമ്മൾ കൊരുക്കുന്നതിൻ്റെ അളവ് മാറ്റി കൊരുക്കണം. കൊരുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്പോക്സ് ഇതിനകത്ത് സൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കൊരുക്കുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് കാണാൻ. എന്താ കൊടുക്കാനൊക്കെ മഡ്ഗാർഡ് നമ്മൾ പിന്നെ ചെയ്യത്തുള്ളൂ. നമുക്ക് വണ്ടി മറിയരുത്. അപ്പോൾ നമ്മളിപ്പോൾ വീല് ഫിക്സ് ചെയ്താൽ പോവാണ്. അതേപോലെ നമ്മളിത് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എവിടെയും നമുക്ക് ഊരി റീപ്ലേസ് ചെയ്യുന്ന രീതിയിലാണ്. അധികം ബുഷോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് പൾസറിന് വരുന്ന കമ്പനി ബുഷിൻ്റെ അളവിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആക്സിൽ എങ്ങനെ ചെയ്തേക്ക് നിങ്ങളെ കാണിച്ചു തരാം.
നോക്കുക, നമ്മുടെ പൾസറിൻ്റെ ആക്സിൽ തന്നെയാണ്. ആ ആക്സിൽ വരുന്നത് എൻ്റെ കൂട്ടത്തിലുള്ള ബുഷും ഉണ്ട്. ഇതെങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ കാണിച്ചു തരാം. നമ്മുടെ ഒരു സൈഡിലെ ബുഷ് ഇതിൻ്റെ പകുതി തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതൊരു ബുഷ്, ഒരു സൈഡ് ഇത് ബുഷ് കൂടെ ആയിക്കോളും. അപ്പോൾ ഓപ്പറെ ഒറ്റ സൈഡിൽ നമുക്ക് ബുഷ് ഇട്ടാൽ മതി. ഇതിൻ്റെ ഷേപ്പ് തന്നെ ഉണ്ടോ, ആ കറക്റ്റ് ഷേപ്പിൽ വന്നേക്കുന്നതാണ്.